സൂപ്പർ അടിപൊളി വർക്കായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, ഫണ്ണായിരുന്നു, കോമഡി ആയിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര നൈസായിരുന്നു, എൻജോയ് ചെയ്തു. ഓ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. നല്ലൊരു ചിത്രം. സജിൻ ഗോപിയുടെ നായക നിരയിലേക്കുള്ള ഒരു ചിത്രം. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത്. അതുപോലെ അനശ്വരയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ അകമ്പോടുകൂടി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു പൈങ്കിളി. നല്ലൊരു കോംബോ തന്നെയായിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അവർ തന്നെയായിരുന്നു ഈ ലീഡിങ് വന്നിരുന്നത്. അവർ കൂടായിട്ട് നമ്മുടെ ചന്തു, സലീം കുമാറിൻ്റെ മകൻ, അദ്ദേഹവും അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ് പൈങ്കിളി. അടിപൊളി പൈങ്കിളി സിനിമ, ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് സിനിമ 2024 കണ്ടു, എല്ലാം വെട്ടും കുത്തും മരവിച്ച് തല. പക്ഷെ എങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഫുൾ ടൈം 2.5 മണിക്കൂർ തിയേറ്ററിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ സിനിമ പൈങ്കിളി. ഞാൻ ഒരു സിനിമയ്ക്കും അനാവശ്യമായ റിവ്യൂ കൊടുക്കുന്ന ആളല്ല, പക്ഷേ ഇത് എന്നെ ഫുൾ ടൈം എന്റർടൈൻ ചെയ്യിച്ചെന്നുള്ള